ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാ താപസമ്പച്യമാനാൻ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കരസ്തോത്ര തരംഗിണി 101 ദിവസത്തെ രണ്ടാമത്തെ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ശിവഭുജംഗ പ്രയാത സ്തോത്രമാണ് നമ്മൾ കഴിഞ്ഞ 5 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നേക്ക് 6-ാം ദിവസം. ആദ്യം നമുക്ക് ഇന്നലെ എടുത്ത ഭാഗം വായിക്കും. അത് കഴിഞ്ഞ് ഇന്ന് എടുക്കാനുള്ളതായിട്ടുള്ള ഭാഗവും ചേർത്ത് ഇന്നലെ വരെ 15 ശ്ലോകങ്ങളാണ് എടുത്തത്. അപ്പോൾ അതിലെ മുഴുവൻ വായിക്കുന്നില്ല. ആദ്യത്തെ 2 ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ 9 മുതൽ 15 വരെ 7 ശ്ലോകങ്ങളും 7 2 9. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ശ്ലോകം കൂടി ഇന്ന് വായിക്കാം. അപ്പോൾ 20 വരെയുള്ള ശ്ലോകങ്ങൾ. ഞാൻ പാഠം പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ക്ലാസ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാം. 15 വരേക്ക് ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 15-ന് ശേഷമുള്ളത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് പോസ്റ്റ് ചെയ്യാം. ക്ഷമിക്കുക. ഓം ഗളദ്ദാനഗണ്ഡം ഇളഭൃംഗഷണ്ഡം ചലച്ചാരുശുണ്ഡം ജഗത്രാണശൗണ്ഡം ലസദ്ദന്തകാണ്ഡം വിഭദ്ഭംഗചണ്ഡം ശിവപ്രേമപിണ്ഡം ഭജേ വക്രതുണ്ഡം. അനാദ്യന്തമാദ്യം പരം തത്വമർത്ഥം ചിദാകാരമേകം തുരീയം ത്വമേയം ഹരിബ്രഹ്മമൃഗ്യം പരബ്രഹ്മരൂപം മനോവാഗതീതം മഹശൈവമീഡേ. ഇനി 9 മുതൽ 20 വരെ. മഹാദേവദേവേശ ദേവാദിദേവ സ്മരാരേ പുരാരേ യമാരേ ഹരേതി ബ്രുവാണ സ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തതോ മേ ദയാശീല ദേവ പ്രസീദ. ത്വദന്യഃ ശരണ്യഃ പ്രപന്നസ്യ നേതി പ്രസീദ സ്മരന്നേവ ഹന്യാസ്തു ദൈന്യം
न चेत्ते भवेत् भक्तवात्सल्यहानि तथो मे दयालो सदा सन्निधेहि अयं दानकालत्वहं दानपात्रं भवानीव दाता त्वदन्यं न याचे भवल्भक्तिमेव स्थिरां देहि मह्यं कृपाशीलशम्भो कृतार्थोऽस्मि तस्मात् पशुं वेल्सि चेन्मां तमेवाधिरूढ कलङ्कीति वा मूर्ध्नि दल्सेतमेव द्विजिह्व पुनः शोभिते कण्ठभूषा त्वदङ्गीकृता सर्वेऽपि धन्या न शक्नोमि कर्तुं परद्रोहलेशं कथं प्रीयसे त्वं न जाने गिरीश तदा हि प्रसन्नोऽसि कस्यापि कान्दासु तद्द्रोहिणो वा पितृद्रोहिणो वा स्तुतिं ध्यानमर्चां यदावद्विधातुं भजन्नप्यजानन् महेशावलम्बे त्रसन्दं सुतं त्रातुमग्रे मृकण्डोर्यमप्राणनिर्वापणं त्वत्पदाब्जम् शिरोदृष्टिहृद्रोगशूलप्रमेहज्वरार्शो जरायक्ष्महिका विषार्तान् त्वमाद्योऽभिषग्भेषजं भस्म शम्भो त्वमुल्लाघयास्मान् വപുർലാഘവായ. ഇന്നലെ എടുത്ത ഭാഗം കഴിഞ്ഞു. ഇനി പുതിയൊരു 5 ശ്ലോകങ്ങൾ കൂടെ ചൊല്ലാം. ദരിദ്രോസ്മ്യഭദ്രോസ്മി ഭഗ്നോസ്മി ദൂയേ വിഷണ്ണോസ്മി സന്നോസ്മി ഖിന്നോസ്മി ചാഹം ഭവാൻ പ്രാണിനാമന്തരാത്മാസി ശംഭോ മമാധിം ന വേൽസി പ്രഭോ രക്ഷ മാം ത്വം ത്വദക്ഷ്ണോ കടാക്ഷഃ പതേത്യക്ഷയത്ര ക്ഷണം ക്ഷ്മാ ച ലക്ഷ്മീ സ്വയം തം വൃണാതേ കിരീടസ്ഫുരച്ചാമരഛത്രമാലാ കലാബീജഗജക്ഷൗമഭൂഷാ വിശേഷൈഃ ഭവാന്യൈ ഭവായാപി മാത്രേ ച പിത്രേ മൃഡായാപ്യഗഗ്നേ ശിവാംഗ്യൈ ശിവാംഗായ കുർമ ശിവായൈ ശിവായാംബികായൈ നമസ്ത്ര്യംബകായ ഭവഗൗരവം മല്ലഘുത്വം വിദിത്വാ പ്രഭോ രക്ഷ കാരുണ്യദൃഷ്ട്യാനുഗമ്മാം ശിവാത്മാനുഭാവസ്തു തൗ അക്ഷമോഹം സ്വശക്ത്യാ കൃതം മേ പരാദം ക്ഷമസ്വ യഥാ കർമ്മരന്ധ്രം വ്രജേത് കാലവാഹദ്വിഷത്കണ്ഠഖണ്ഡാഗണത്കാരനാദഃ വൃഷാധീശമാരുഹ്യ ദേവൗപവാഹ്യം തദാ വത്സമാഭീരിതി പ്രീണയത്വം. 20 ശ്ലോകമായി. അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞിട്ട് നോക്കാം അടുത്തത്. ഇന്നലെ 15-ാം ശ്ലോകം വരെയാണ് കണ്ടത്. ഇന്നലെ ഭഗവാനോട് ചില പരിഭവ ഭാഷയൊക്കെ പ്രയോഗിച്ചു അല്ലേ? എനിക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ആഭരണങ്ങളൊക്കെ ആവുമായിരുന്നല്ലോ എന്ന മട്ടിലുള്ള, ഇനി അഥവാ എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ അങ്ങ് ആക്കും അല്ലോ, ഞാൻ പശുവായിരുന്നുവെങ്കിൽ അങ്ങ് കാളപ്പുറത്തല്ലേ ഇരിക്കുന്നത്, ഞാൻ കളങ്കിയാണെങ്കിൽ അങ്ങ് മൂർധാവിൽ അലങ്കാരമായി ചന്ദ്രനെ പോലെ ധരിച്ചേനെ, എനിക്ക് 2 നാവുണ്ടായിരുന്നെങ്കിൽ ആ സർപ്പഭൂഷണനായ അങ്ങ് ഭൂഷണമാക്കിയേനെ. അങ്ങനെ എല്ലാ കുഴപ്പക്കാരെയും പിടിച്ച് അങ്ങയുടെ അംഗത്തിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ധന്യരായി തീർന്നുവല്ലോ. അപ്പൊ ഞാനൊരു കുഴപ്പക്കാരനാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് എടുത്തുകൂടാ? അപ്പൊ എന്നെ കുഴപ്പം പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യം ഇല്ല. ഞാൻ മോശക്കാരനാണെന്ന് കരുതി മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അങ്ങയുടെ ശരീരത്തിൽ ഞാൻ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ എത്ര ധന്യനായി, ശ്രേഷ്ഠനായി, പൂജ്യനായി. ഇനി എനിക്ക് പരദ്രോഹം അല്പം പോലും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ആണ് അങ്ങ് അനുഗ്രഹിക്കണത് അല്ലെ? ദുഷ്ടന്മാരായ അസുരന്മാരൊക്കെ അങ്ങയെ ഭജിക്കും, എന്നിട്ട് പരന്റെ ഭാര്യയും പരന്റെ മക്കളെയും മറ്റുമൊക്കെ ഉപദ്രവിക്കും. അവരെയൊക്കെ നല്ലോണം അനുഗ്രഹിക്കും. ഇതിനൊന്നും കയ്യിലാവാത്ത എന്നെ തിരിഞ്ഞു നോക്കില്ല. ഇനിയിപ്പം ഞാൻ അതൊക്കെ തുടങ്ങണോ? പരദ്രോഹം ആരംഭിക്കണോ? എന്നാലേ അങ്ങയുടെ പ്രസാദത്തിന് ഞാൻ പാത്രീഭവിക്കുള്ളോ എന്ന് ഒരു കുനിഷ്ഠ ചോദ്യം ചോദിക്കാം. അത് കഴിഞ്ഞ് ഒന്നും അറിയേണ്ട കാര്യമില്ല അങ്ങയെ ഭജിക്കാൻ. ആ മാർക്കണ്ഡേയൻ എന്ന ബാലൻ 10-16 വയസ്സിൽ
പൂജിച്ചിട്ടോ ധ്യാനിച്ചിട്ടോ തപസ് ചെയ്തിട്ടോ ഒന്നുമല്ല അങ്ങയെ പ്രസാദിപ്പിച്ചത്. ഓടി വന്ന് അഭയം പ്രാപിച്ചു, അങ്ങയെ കെട്ടി അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ പേടിച്ചു വന്ന ആ മൃഗണ്ടുപുത്രന് ആ യമനിൽ നിന്ന് മോചനം കൊടുത്തില്ലേ അങ്ങ്? ആ യമനെ തന്നെ കൊന്നുകളഞ്ഞില്ലേ അവന് വേണ്ടിയിട്ട്? അപ്പൊ പിന്നെ എന്തെങ്കിലും യോഗ്യത വേണോ അങ്ങയെ ശരണം പ്രാപിക്കാൻ? അല്ലെ, ഈ മാർക്കണ്ഡേയ മഹർഷി പിന്നീടാണ് യോഗ്യനായി തീർന്നത് എന്നാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്ന. കഥയും അങ്ങനെ തന്നെ ആയിരിക്കാം. വെറും ബാലനായിരുന്നു, 10-16 വയസ്സുള്ള കുട്ടി. പക്ഷെ ബുദ്ധിമാനായിരുന്നതുകൊണ്ട് ഭഗവാനെ അഭയം പ്രാപിച്ചു. അതിനുശേഷം അദ്ദേഹം മഹാജ്ഞാനിയായി, വൈരാഗിയായി, തപസ്വിയായി, പുരാണങ്ങളുടെ മുഴുവൻ ആചാര്യനായി ഭവിച്ചു. ചിരഞ്ജീവിയായി ഒരു കൽപ്പകാലം മുഴുവൻ, എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ മുഴുവൻ ആയുസ് നീട്ടിക്കിട്ടിയ ആളാണ് മാർക്കണ്ഡേയ മഹർഷി എന്ന് പറയാം. 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മദേവന്റെ ഒരു പകല്. അപ്പൊ അത്രയും കാലം ആയുസ് നീട്ടിക്കിട്ടി, ചിരഞ്ജീവിയായി എന്നർത്ഥം. അത് കഴിഞ്ഞ് 15-ാമത്തെ ശ്ലോകത്തിലാണ് പലതരത്തിലുള്ള രോഗങ്ങളെ എണ്ണി പറഞ്ഞു. രോഗങ്ങളെ എണ്ണി പറഞ്ഞ് ശിരോരോഗങ്ങള്, ദൃഷ്ടിരോഗങ്ങള്, ഹൃദ്രോഗങ്ങള്, ശൂലം, പ്രമേഹം, ജ്വരം, അർശസ്, ജര, ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ എക്കിൾ, അതുപോലെ വിഷം മുതലായവ കൊണ്ട് ബാധിക്കപ്പെട്ടതായിട്ടുള്ള പീഡിതനായിട്ടുള്ള ആളുകളെ വൈദ്യനാഥനായ ആദിവൈദ്യനായ അങ്ങയുടെ ഔഷധം എന്താണ്? ഭസ്മം തന്നെയാണ് ഔഷധം. അതുകൊണ്ട് ഞങ്ങളുടെ വപുസ്സിനെ ലാഘവായ ഉല്ലാഘയ, അതിൻ്റെ ലാഘവത്തിനായി കൊണ്ട് അനുഗ്രഹിച്ചാലും, ശരീര സൗഖ്യത്തിനായി അനുഗ്രഹിച്ചാലും എന്നുള്ള ഒരു രോഗങ്ങളിൽ നിന്നുള്ള മുക്തിക്കായിക്കൊണ്ട് സാക്ഷാൽ വൈദ്യനാഥനായ ഭഗവാനോടുള്ള പ്രാർത്ഥനയായിരുന്നു 15-ാമത്തെ ശ്ലോകം. ഇന്നലെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഇനിയും തിരിച്ചു പോകുന്നില്ല, ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. കൂടുതൽ അറിയേണ്ടവർ ഇന്നലത്തെ വീഡിയോകൾ ഒന്നുകൂടെ കാണുക. പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ മുൻ വീഡിയോകൾ സെർച്ച് ചെയ്താൽ ഇതേ ഫേസ്ബുക്ക് പേജിൽ കാണാൻ കഴിയും. 100 ദിവസത്തെ ഒരുപാട് ക്ലാസ്സുകളുടെ പോസ്റ്റിംഗ് ഉണ്ട്. വേണ്ടവരൊക്കെ തിരഞ്ഞെടുത്തോളാം. നമുക്ക് മുന്നോട്ട് പോകാം. 16-ാമത്തെ ശ്ലോകം. ദരിദ്രോസ്മി അഭദ്രോസ്മി ഭഗ്നോസ്മി ദൂയേ വിഷണ്ണോസ്മി സന്നോസ്മി ഖിന്നോസ്മി ചാഹം ഭവാൻ പ്രാണിനാമന്തരാത്മാസി ശംഭോ മമാധിം നവേൽസി പ്രഭോ രക്ഷമാം ത്വം. ദരിദ്രോസ്മി അഭദ്രോസ്മി ഭഗ്നോസ്മി ദൂയേ വിഷണ്ണോസ്മി സന്നോസ്മി ഖിന്നോസ്മി ചാഹം ഭവാൻ പ്രാണിനാമന്തരാത്മാസി ശംഭോ മമാധിം നവേൽസി പ്രഭോ രക്ഷമാം ത്വം. ഇവിടെ എല്ലാ കുറവുകളും ഉള്ളവനാണ് താൻ, ഏറ്റവും ദീനനാണ്, അവശനാണ്, ഭഗവാനാൽ രക്ഷിക്കപ്പെടുവാൻ യഥാർത്ഥ അർഹനാണ് എന്ന് പറയണം. അല്ലേ, നമ്മള് സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പരമാവധി നമ്മുടെ കഴിവുകൾ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞാൻ BPL ആണ്, ഞാൻ APL ആണ്, EPL ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരവശതയെ പ്രകടിപ്പിക്കണം. അല്ലേ, നമ്മുടെ വരുമാനം കുറച്ച് കാണിക്കണം, ഭൂമി കുറച്ച് കാണിക്കണം, ബാക്കിയുള്ള ഈ എന്താ പറയുക സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന വസ്തുക്കളെയൊക്കെ കുറച്ച് കാണിക്കണം. നമ്മുടെ വീട്ടിൽ എത്ര ആൾക്ക് എത്ര വരുമാനമുണ്ട് അതൊക്കെ കാണിക്കാതിരിക്കണം. എന്നിട്ട് നമുക്ക് പരമാവധി ഓരോ സബ്സിഡികൾ അല്ലെങ്കിൽ പെൻഷനുകൾ, ഓരോ ആനുകൂല്യങ്ങൾ ഒക്കെ നമ്മൾ മേടിച്ചെടുക്കാറുണ്ട്. അല്ലേ, എല്ലാ ഉള്ളവരും പിന്നെയും മേടിച്ചെടുക്കും. വെറുതെ കിട്ടുകയാണെങ്കിൽ ആർക്കും ഒന്നും വേണ്ടാത്തതില്ല. സർക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്നതല്ലേ, എല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്കും ഇരിക്കട്ടെ എന്നാണ് നമ്മളെ പോലെയുള്ള പലർക്കും ആഗ്രഹം.
അങ്ങനെ നമ്മുടെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും, നമുക്ക് എല്ലാറ്റിനും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതും കൂടി വാങ്ങിക്കാൻ പ്രയാസപ്പെടും, അല്ലേ? ഇപ്പം നമ്മുടെ മോഡിജി LPGയുടെ സബ്സിഡി ഒഴിവാക്കാനായിട്ട് ആളുകളോടൊക്കെ അഭ്യർത്ഥിച്ചു. വരുമാനമുള്ളവർ തൽക്കാലം നിങ്ങളൊന്ന് സബ്സിഡിയിൽ നിന്ന് ഒഴിവായി തന്നാൽ എത്രയോ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കൊടുക്കാം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കുറേ ചെറുപ്പക്കാര്, ഇപ്പോഴത്തെ IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന നല്ല വരുമാനമുള്ള കുറേ ചെറുപ്പക്കാര് അവരുടെ സബ്സിഡിയൊക്കെ ഒഴിഞ്ഞു കൊടുത്തു. പണ്ടത്തെ പഴയ സർക്കാർ ഉദ്യോഗസ്ഥര് പെൻഷൻ നല്ലോണം വാങ്ങിച്ചാലും ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറൊന്നുമല്ല. കാരണം അവർക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല, ആവലാതി തീരില്ല. അപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തമാശ പറയാണ്. അപ്പൊ അതുപോലൊരു ഭാവമാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ പ്രകടിപ്പിക്കണം. അത് തൻ്റെ ഭാവമല്ല, വാസ്തവത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെയൊക്കെ ഭാവത്തിലാണ്. ആചാര്യ ഭഗവത്പാദർ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന. അപ്പൊ അമ്മ ഇതിൽ ചിലതൊക്കെ ആവാം, ചിലതൊന്നും ആവില്ല. എങ്കിലും അർഹയാണ് ഭഗവാന്റെ കടാക്ഷത്തിന്, അനുഗ്രഹത്തിന്, ഭഗവാനാൽ രക്ഷിക്കപ്പെടാൻ അർഹയാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭാവത്തെ പ്രകടിപ്പിക്കുകയാണ്. ഇനി വാസ്തവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ ശരി തന്നെയാണ് താനും. നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളുടെ കയ്യിൽ എന്തിലാ നിയന്ത്രണമുള്ളത്? നമുക്ക് എന്തിനാ സ്വാതന്ത്ര്യം ഉള്ളത്? എപ്പോൾ വേണമെങ്കിൽ, ഏത് നിമിഷം വേണമെങ്കിൽ എത്ര ധനികനും ദരിദ്രനായിക്കൂടെ, അല്ലേ? എത്ര ആരോഗ്യവാനും അടുത്ത നിമിഷം ഒരു സ്ട്രോക്ക് വന്നാൽ കഴിഞ്ഞില്ലേ? എത്ര ബന്ധുബലമുള്ളവനും എപ്പോൾ വേണമെങ്കിൽ ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആയുസ് തീർന്നു പോകാം. നമ്മൾ ഇന്നവരുണ്ട് നമുക്ക് ബലമായിട്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അവർ പോകുക. എന്തും സംഭവിക്കാം. അതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ നമുക്ക് ഭഗവാന്റെ രക്ഷ, അല്ലെ, യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഇൻഷുറൻസ് LIC പറയും പോലെ നേരത്തെ തന്നെ നമുക്ക് ഇൻഷുർ ചെയ്ത് വെക്കാം. എന്തായാലും ഭഗവാന്റെ രക്ഷയിൽ നമുക്ക് സുരക്ഷിതരായിരിക്കാം. കാരണം ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ആശ്രയിച്ച് ധനത്തിനെയോ സ്ഥാനമാനങ്ങളെയോ ബന്ധുബലത്തെയോ ആരോഗ്യത്തെയോ മറ്റ് യശസ്സിനെയോ ഇതിനെയൊക്കെ അവലംബിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ സ്വതന്ത്രനാണ്, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഏത് നിമിഷമാണ് ഈ കോട്ടകളൊക്കെ തകർന്ന് തരിപ്പണമാവുക എന്ന്. അതുകൊണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക? നേരത്തെ തന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുക. അതാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദര് ഒരു കണക്ക് പറഞ്ഞാൽ കാണിച്ചു തരുന്നത്. നമ്മളിത് മനസ്സിലാക്കുക സ്വയം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ദരിദ്രോസ്മി, അഭദ്രോസ്മി, ഭഗ്നോസ്മി, ദൂയേ വിഷണ്ണോസ്മി, സന്നോസ്മി, ഖിന്നോസ്മി, ചാഹം. ച പ്ലസ് അഹം ചാഹം. അപ്പൊ അവിടെ ചാ മാറ്റി വയ്ക്കുക. ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതെല്ലാമാണ് ഞാൻ എന്ന് പറയണം. അപ്പൊ അഹമാണ് ഇവിടുത്തെ കർത്താവ്. ഞാൻ എന്തൊക്കെയാണ്? അഹം ദരിദ്ര അസ്മി, ഞാൻ ദരിദ്രനാകുന്നു. ദരിദ്രൻ എന്ന് പറഞ്ഞാല് ധനമില്ലാത്തവൻ, ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ, ആഹാരം കഴിക്കാൻ പോലും മര്യാദയ്ക്ക് വേണ്ടതായിട്ടുള്ള ധനമില്ലാത്തവൻ, ഉടുക്കാൻ വസ്ത്രമില്ലാത്തവൻ, സ്വന്തമായി ഗൃഹമില്ലാത്തവൻ, ആശ്രയമില്ലാത്തവൻ, ദീനൻ. ആ അർത്ഥത്തിൽ ദരിദ്രൻ എന്ന് പറയുന്നു. വാസ്തവത്തില് ആരും എപ്പോ വേണമെങ്കിൽ ദരിദ്രന്മാരാവാം. ഇപ്പോ ധനികന്മാരാണെന്ന് വിചാരിക്കുന്നവർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. ഇന്നലെ വരെ ധനികന്മാരായിരുന്നവർ ഇന്നൊരു സുപ്രഭാതത്തിൽ ദരിദ്രന്മാരായി തീരാം, പാപ്പരായി തീരാം. ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ ഭഗവാന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഭഗവാനെ ഇപ്പൊ എന്തൊക്കെയോ അങ്ങ് തന്നതുണ്ട്, അതിനെ ഇല്ല എന്ന് പറയുന്നില്ല, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതിനെ ആശ്രയിച്ചിട്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത്, അങ്ങയെ ആശ്രയിച്ചിട്ടാണ്. അങ്ങയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അങ്ങയുടേതെല്ലാം ഞങ്ങളുടേതാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾക്ക്
ഒരു ഗൃഹനാഥനെ നമ്മൾ ആശ്രയിച്ചിരിക്കുമ്പോൾ ആ ഗൃഹനാഥന്റെ പേരിലുള്ള സ്വത്തൊക്കെ നമ്മുടെ സ്വത്ത് പോലെ തന്നെ. ഇപ്പൊ നമ്മുടെ അച്ഛൻ എത്ര സ്വത്തുണ്ടോ, ധനമുണ്ടോ, അദ്ദേഹത്തിന്റെ ആശ്രിതരാണ് നമ്മളെന്ന് പറയുമ്പോൾ ആ നമ്മുടെ ഗൃഹനാഥനായിരിക്കുന്ന നമ്മുടെ അച്ഛന്റെ പേരിലുള്ളതായിട്ടുള്ള ഭൂമിയോ ബാങ്ക് ബാലൻസോ സ്വർണമോ മറ്റു വാഹനങ്ങളോ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഒരു അവകാശം നമുക്കുണ്ട്. നമ്മുടെ അച്ഛന്റെ സ്വന്തം ആയതുകൊണ്ട് ഇതെല്ലാം എൻ്റെയാണെന്ന് നമുക്ക് കൂട്ടുകാരോടൊക്കെ ധൈര്യമായിട്ട് പറയാം. എൻ്റെ അച്ഛൻ്റെ പേരിലുള്ളതൊക്കെ എൻ്റെയാണെന്ന് നമുക്ക് പറയാം. അപ്പം അതുപോലെ നമ്മൾ ഭഗവാനെ തന്നെ നമ്മുടെ സ്വന്തം അച്ഛനെ പോലെ ആക്കിയാലോ? അങ്ങ് തന്നെയാണ് എൻ്റെ പിതാവ്. മാതാമേ പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഈ ലോകത്തിന്റെ മുഴുവൻ ഉടമസ്ഥന്മാരായി നമ്മൾ. കാരണം ഈ ലോകം മുഴുവൻ ആരുടെയാ? ഭഗവാന്റെ. ഭഗവാൻ എൻ്റെ ഡയറക്റ്റ് അച്ഛനാണ്. അപ്പൊ അച്ഛൻ്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥന്മാരായി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഭഗവാനായിട്ട് അങ്ങോട്ട് കണക്റ്റഡ് ആവുക. നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള നിസ്സാരമായിട്ടുള്ള കാര്യത്തെ നമ്മൾ കരുതണ്ട, അല്ലെ? കുട്ടികളുടെ കയ്യിൽ പോക്കറ്റ് മണി ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അച്ഛൻ്റെ സ്വത്തില് ഇവർക്ക് അവകാശം ഉണ്ട് താനും. അതുപോലെ നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി പോലെ എന്തൊക്കെയോ ഉണ്ട്, അത് പോട്ടെ, അവിടെ ഇരിക്കട്ടെ. മൊത്തത്തിലുള്ള ഭഗവാന്റെ ലോകത്തെ മുഴുവൻ നമുക്ക് പങ്കുപറ്റാം. എങ്ങനെ? ഭഗവാനെ ആശ്രയിക്കുന്നതിലൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാമെന്ന് പറയാം ഇങ്ങനെയുള്ള ഒരു പ്രയോഗത്തിന്. ദരിദ്രോസ്മി അഹം ദരിദ്രഃ അസ്മി അഭദ്രഃ അസ്മി. അഭദ്രൻ എന്ന് പറഞ്ഞാൽ ഭദ്രം എന്നാൽ മംഗളം. അപ്പൊ അഭദ്രൻ എന്ന് പറഞ്ഞാലോ അമംഗളൻ എന്ന് പറഞ്ഞാൽ ഒരു പാപി എന്നൊക്കെ അർത്ഥത്തിലാണ് അമംഗളൻ എന്ന് പറയുന്നത്. ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞാൽ ജന്മാന്തരങ്ങളിൽ അനേക പാപങ്ങൾ ചെയ്ത് അതിൻ്റെയൊക്കെ ഭാരം ഞാൻ ചുമക്കുന്നുണ്ട്. അതാണ് എനിക്ക് പലപ്പോഴും പല ദുരിതങ്ങളും ദുഃഖങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ദുഃഖങ്ങൾ വരുന്നതിൻ്റെ കാരണം നമ്മുടെ മുൻ കർമ്മങ്ങളാണ്. എത്രത്തോളം ദുരിതങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പാപിയാണ് എന്ന് പറയുന്നതിലൂടെ എൻ്റെ ആ ഒരു ദുഃഖങ്ങളെയും അങ്ങ് പോക്കിത്തരണം. അങ്ങാണ് രക്ഷകൻ എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കാൻ പോകണം. അതാണ് അഭദ്രഃ അസ്മി, ഞാൻ അമംഗളനാണ്. ഭഗ്നഃ അസ്മി. ഭഗ്നൻ എന്ന് പറഞ്ഞാൽ ഭഞ്ജിക്കപ്പെട്ടവൻ, തകർന്നവൻ എന്നൊക്കെ അർത്ഥം. എല്ലാ രംഗത്തും പരാജയപ്പെട്ടവൻ, ഭഞ്ജിക്കപ്പെട്ടവനാണ് ഞാൻ, തോൽപ്പിക്കപ്പെട്ടവനാണ്, പരാജയപ്പെട്ടവനാണ്, നിരാശനാണ് എന്നൊക്കെ അർത്ഥമാണ് ഭഗ്നഃ. അങ്ങനെ ഞാൻ എൻ്റെ ഉദ്യമങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുന്നു. കാരണം അങ്ങ് അനുഗ്രഹിച്ചാലേ ഞാൻ എന്തെങ്കിലും ഉദ്യമം ചെയ്താൽ അതും ഫലിക്കുള്ളൂ. ഞാൻ ഉദ്യമം ചെയ്ത എൻ്റെ അഹങ്കാരം കൊണ്ട് ചെയ്തതൊന്നും ഇതുവരെ ഫലിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങയുടെ സഹായം വേണം. അപ്പോൾ ഭഗ്നഃ അസ്മി ദൂയേ എന്ന് പറയുന്നുണ്ട്. അത് അഹം ദൂയേ എന്നെടുക്കണം. ദൂയേ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നു എന്നാണ്. അഹം ദൂയേ എന്നാണ്. അവിടെ ഉത്തമ പുരുഷൻ ക്രിയയാണ്. അതുകൊണ്ട് അഹം ദൂയേ, ഞാൻ ദുഃഖിക്കുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ദുഃഖിതനാണ്. ഏത് നേരത്തും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവലാതികള്, ദുഃഖങ്ങള്, പരാധീനതകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വിഷാദഗ്രസ്തനാണ്. അടുത്ത് തന്നെ പറയണു വിഷണ്ണോസ്മി, വിഷണ്ണനാണ് ഞാൻ, വിഷാദമഗ്നനാണ്, ഡിപ്രസ്ഡ് ആണ്, നിരാശനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോൽവി മാത്രമാണ്, ദുഃഖം മാത്രമാണ്. സന്നഹ അസ്മി, ഞാൻ സന്നൻ എന്ന് പറഞ്ഞാൽ സീതതി എന്നുള്ള ധാതുവിൽ നിന്നാണ് സന്ന രൂപം. സീതതി എന്ന് പറഞ്ഞാൽ തളരുന്നു എന്നർത്ഥമാണ്. അപ്പൊ ഞാൻ തളർന്നവനാണ്. സന്നനാണെന്ന് പറഞ്ഞാൽ തളർന്നവനാണ്, ക്ഷീണിതനാണ്, പരവശനാണ്. ഖിന്നഹ അസ്മി, ഞാൻ ഖിന്നനാണ്. ഖിന്നൻ എന്നാൽ ഖേദമുള്ളവൻ, ഖിന്നൻ. അപ്പോൾ വളരെയധികം ഖേദമുള്ളവനാണ്. എൻ്റെ തെറ്റുകളെ കുറിച്ചൊക്കെ എനിക്ക് കുറ്റബോധമുണ്ട്, ഖേദിക്കുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള വിചാരവും എനിക്കുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത ഖേദം, ആ ഒരു റിഗ്രറ്റ് എനിക്ക് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്നവനായ, പരവശനായ, ദീനനായിട്ടുള്ള എൻ്റെ ഈ ഒരു അവസ്ഥയെ അങ്ങ് അറിയുന്നില്ലേ എന്നാണ് ചോദിക്കാൻ പോണത്. ഭവാൻ പ്രാണിനാം അന്തരാത്മാ അസി ശംഭോ. ഹേ ശംഭോ, അല്ലയോ എല്ലാവർക്കും മംഗളത്തെ ചെയ്യുന്നവനെ, ഭവാൻ പ്രാണിനാം അന്തരാത്മാ അസി,
അങ്ങ് പ്രാണികളുടെ മുഴുവൻ അന്തരാത്മാവാകുന്നുവല്ലോ. എല്ലാവരുടെയും ഉള്ളില് ആത്മരൂപനായി വ്യാപിച്ചിരിക്കുന്നവനല്ലേ അങ്ങ്. അതുകൊണ്ട് തന്നെ അങ്ങക്ക് എൻ്റെ വിഷാദം ഞാൻ പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? അങ്ങ് എൻ്റെ ഉള്ളിലിരുന്ന് അറിയുന്നില്ലേ? എൻ്റെ വിഷാദം അങ്ങയുടെയും കൂടി വിഷാദമല്ലേ അത്? വാസ്തവത്തില് എൻ്റെ ഉള്ളിലല്ലേ അങ്ങിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ ഒരു വീട്ടില് ദുഃഖം ഉള്ള വീട്ടിലേക്ക് നമ്മളും ചെന്ന് കഴിഞ്ഞാൽ, അവിടെ ചെന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ ദുഃഖം നമ്മളെയും വ്യാപിക്കും, നമ്മളും ഡിപ്രസ്ഡ് ആവും അവിടെ ചെന്നാൽ, അല്ലേ? ദുഃഖിതരുടെ നടുവിൽ ചെന്നാൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല. അവിടെ ചെന്നാൽ നമ്മളും അവരുടെ ദുഃഖത്തിന്റെ ഭാഗമായി നമ്മളും താതാത്മ്യം പ്രാപിച്ച് പരവശരാവും. ഒരു ദീനഭാവം നമുക്കും വന്നു ചേരും. അപ്പൊ അതുപോലെ ഇവിടെ എൻ്റെ ശരീരത്തിൽ എൻ്റെ ആത്മാവായി അങ്ങ് കുടികൊള്ളുന്നു, അന്തരാത്മാവായി കുടികൊള്ളുന്നു. അപ്പൊ എൻ്റെ വേദനകളൊക്കെ അന്തരാത്മാവായിരിക്കുന്ന അങ്ങയുടെ വേദനയുമല്ലേ? അപ്പൊ അങ്ങ് അറിയുന്നില്ലേ? അപ്പൊ അങ്ങക്ക് എന്നോട് കാരുണ്യമില്ലേ? ഇത് പോക്കി തന്നുകൂടെ എന്നാണ് ഇവിടെ ചോദ്യം. അതാണ് ഭവാൻ പ്രാണിനാം അന്തരാത്മാസി ശംഭോ മമ ആദ്യം ന വേൽസി പ്രഭോ. ഹേ പ്രഭോ, സർവശക്ത, അങ്ങ് പ്രഭാവമുള്ളവനാണ്. പ്രഭാവം എന്ന് പറഞ്ഞാൽ വേണ്ടതായിട്ടുള്ള ശക്തിയുള്ളവനാണ്, സാമർഥ്യമുള്ളവനാണ്. ഇനി ചില ദീനരായിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവർ ദുഃഖിക്കുന്നത് കണ്ടാൽ ദുഃഖിച്ചുകൊണ്ട് കൂടെ ഇരിക്കാനേ പറ്റുള്ളൂ, അല്ലേ? ഒന്നും നിവർത്തിക്കാൻ നിവൃത്തിയില്ല. എന്താപ്പ ചെയ്യുക, അനുഭവിക്കുക എന്നെ എന്നിട്ട് കൂടെ നമ്മളും ചേർന്ന് ദുഃഖിക്കും ചിലരുടെ കാര്യങ്ങളിൽ. എന്നാൽ നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ അതിൽ നിന്ന്, ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റിക്കൂടെ? ഇപ്പൊ ചില ആളുകൾ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നു. നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് വേണ്ടതുണ്ടെങ്കിൽ അവരുടെ ദാരിദ്ര്യ ദുഃഖത്തെ കുറച്ചെങ്കിലും നമുക്ക് പോക്കാൻ കഴിവുണ്ട്, സാധിക്കും. നേരെ മറിച്ച് നമ്മൾ അതിലും ദരിദ്രരാണെങ്കിൽ നമുക്ക് കൂടെ ഇരുന്ന് ദുഃഖിക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പൊ അതുപോലെ പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ വിഷമങ്ങളെ തീർക്കാൻ ശക്തിയുള്ളവർക്ക് തീർക്കാം. അപ്പൊ ഇവിടെ പ്രഭോ എന്ന ഭഗവാനെ വിളിക്കണം. എന്തിനും ശക്തിയുള്ളവനാണ്, സർവശക്തനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് മമ ആദ്യം ന വേൽസി, എന്റെ ആദി അങ്ങ് അറിയുന്നില്ലേ? വേൽസി എന്ന് പറഞ്ഞാൽ ത്വം വേൽസി, അങ്ങ് അറിയുന്നു. ന വേൽസി എന്ന് ചോദ്യമാണ്, അറിയുന്നില്ലേ എന്ന്. ഉള്ളിലിരുന്നു കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ ആദിയെ, എൻ്റെ ദുഃഖങ്ങളെ, എൻ്റെ പീഡകളെ അങ്ങ് മനസ്സിലാക്കുന്നില്ലേ? അതുകൊണ്ട് സർവശക്തനായിട്ടുള്ള അങ്ങ് രക്ഷമാം ത്വം, പ്രഭുവായ അങ്ങ് ത്വം മാം രക്ഷ, അങ്ങ് തന്നെ വേണം എന്നെ രക്ഷിക്കാൻ. അങ്ങ് പ്രഭുവാണ്, അങ്ങേക്ക് ശക്തിയുണ്ട്, അങ്ങേക്ക് ശക്തിയുള്ളൂ, അങ്ങേക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങ് വെറും ഒരു സാക്ഷിയായിരുന്നു കൊണ്ട് എൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ കണ്ടിട്ടും നിർവികാരനായി എന്നെ ഇങ്ങനെ ദുഃഖങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് ഇരിക്കുമ്പോൾ അത് ഭൂഷണമാണോ അങ്ങേക്ക്? ഭക്തവത്സലൻ, ക്ഷിപ്രപ്രസാദി, അല്ലെ, ദീനവത്സലൻ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അങ്ങയുടെ ആ യശസ്സിന് കളങ്കം വരില്ലേ? വെറുതെ നിർഗുണ നിരാകാരമായി എൻ്റെ ഉള്ളിൽ സാക്ഷി മാത്രമായി ഇരുന്നാൽ പോരാ. അതുകൊണ്ട് എൻ്റെ ദുഃഖങ്ങളെ തീർക്കാൻ അങ്ങൊന്ന് മനസ്സിരുത്തു, അങ്ങേക്ക് അതിനുള്ള ശക്തിയുണ്ട്, പ്രഭുവാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദീനന്റെ പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. കാരണം ആരും എപ്പോഴാണ് ദീനന്മാരാവുക എന്നുള്ളത് അറിയില്ല. അപ്പം നമുക്ക് ഈ ഒരു ദീനഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വരും? നമുക്ക് അറിയാതെ വിനയം വരും, അഹങ്കാരം പോകും. ആ അഹങ്കാരം പോകാനുള്ള പ്രാർത്ഥനകളാണ് ഇതെല്ലാം. ദരിദ്രോസ്മി അഭദ്രോസ്മി ഭഗ്നോസ്മി ദൂയേ വിഷണ്ണോസ്മി സന്നോസ്മി ഖിന്നോസ്മി ചാഹം ഭവാൻ പ്രാണിനാം അന്തരാത്മാസി ശംഭോ മമാധിം ന വേൽസി പ്രഭോ രക്ഷമാം ത്വം. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ത്വദക്ഷ്ണോ കടാക്ഷഃ പദേത്യക്ഷയത്ര ക്ഷണം ക്ഷ്മാ ച ലക്ഷ്മീ സ്വയം തം വൃണാതേ കിരീടസ്ഫുരച്ചാമരഛത്രമാലാ കലാപീഗജക്ഷൗമഭൂഷാ വിശേഷൈഃ. ത്വദക്ഷ്ണോ കടാക്ഷഃ പദേത്യക്ഷയത്ര ക്ഷണം ക്ഷ്മാ ച ലക്ഷ്മീ സ്വയം തം വൃണാതേ കിരീടസ്ഫുരച്ചാമരഛത്രമാലാ കലാപീഗജക്ഷൗമഭൂഷാ വിശേഷൈഃ. ഇവിടെ ഭഗവാന്റെ കാരുണ്യം കടാക്ഷ രൂപത്തിൽ കിട്ടിയാൽ പിന്നെ അവന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഒക്കെ, ഭൂമി ദേവിയും ഒക്കെ അവനെ സേവിക്കാൻ വരും.
അപ്പൊ അവൻ രാജാവിനെ പോലെ വിലസും. അപ്പൊ അങ്ങയുടെ കടാക്ഷം ഒന്ന് പതിച്ചാൽ മാത്രം മതി. അപ്പൊ പ്രഭുവായിട്ടുള്ള അങ്ങ് എന്നെ എന്തേ കടാക്ഷിക്കാത്തത് എന്നാണ് ഇവിടുത്തെ ധ്വനി. അങ്ങയുടെ കടാക്ഷം എൻ്റെ നേർക്ക് പതിയുകയാണെങ്കിൽ ഞാൻ ദൈന്യം വെടിഞ്ഞ് ഞാൻ പ്രഭുവായി ഭവിക്കും, രാജാവിനെ പോലെ ശോഭിക്കും എന്നാണ് താല്പര്യം. നോക്കൂ, ത്വദക്ഷ്ണോഹോ കടാക്ഷഃ പതേത് ത്യക്ഷ യത്ര. യത്ര എന്നുള്ളത് എവിടെയാണോ, യാതൊരിടത്ത്. യത്ര ഹേ ത്രക്ഷ എന്ന് ഭഗവാനെ സംബോധന ചെയ്തതാണ്. എന്താണ് ത്രക്ഷ എന്ന് പറഞ്ഞാൽ? ത്രംബക എന്ന് തന്നെയാണ്. മുക്കണ്ണ. 3 അക്ഷാണി അസ്യ അസ്തീതി ത്രക്ഷ. 3 കണ്ണ് അവനുണ്ട്, അതുകൊണ്ട് അവനെ എന്ത് വിളിച്ചു? ത്രക്ഷൻ. അപ്പൊ മുക്കണ്ണനാണ്. അപ്പൊ 3 കണ്ണുണ്ട്. 3 കണ്ണിൽ ഏതിൻ്റെങ്കിലും ഒരു അറ്റം കൊണ്ട് നോക്കിക്കൂടെ എന്നാ. അപ്പൊ സാധാരണക്കാർക്കൊക്കെ 2 കണ്ണേ ഉള്ളൂ. അങ്ങേക്ക് സ്പെഷ്യലായിട്ട് 3 കണ്ണുണ്ട്. സർവാന്തര്യാമിയായിരിക്കുന്ന അങ്ങേക്ക് ജ്ഞാനക്കണ്ണ്, അതാണ് 3-ാം കണ്ണ്. അപ്പൊ എല്ലായിടത്തും നടക്കുന്ന എല്ലാം കാണാനുള്ള കണ്ണുണ്ട് ഭഗവാന്. അതുകൊണ്ട് തന്നെ ത്രക്ഷ ത്വദക്ഷ്ണോഹോ കടാക്ഷഃ. ത്വദക്ഷ്ണോഹോ അങ്ങയുടെ 2 കണ്ണുകളുടെ കടാക്ഷം, അറ്റം കൊണ്ടുള്ള ഒരു നോട്ടം, കടക്കൺ കൊണ്ടുള്ള ഏറ്. ക്ഷണം യത്ര പതേത്, അല്പനേരം, ഒരു ക്ഷണം, ഒരു ഗ്ലാൻസ്, ഒന്നൊന്ന് കണ്ണെറിഞ്ഞാൽ, ഒരു മിന്നൽ പോലെ ഒന്ന് പതിച്ചാൽ, പതേത് അവന്റെ ഏതൊരുവന്റെ നേർക്കാണോ പതിക്കുന്നത് അവനെ തം അതേ ക്ഷണം തന്നെ ക്ഷ്മാച ലക്ഷ്മീഹി സ്വയം വൃണാദേ. ക്ഷ്മാച ലക്ഷ്മീച. ക്ഷ്മാ എന്നത് ഭൂമിദേവിയുടെ പര്യായമാണ്. ക്ഷമാ, ക്ഷ്മാ എന്നൊക്കെ ഭൂമിക്ക് പര്യായം. അപ്പൊ ഭൂമിദേവിയും ലക്ഷ്മീഹി, ലക്ഷ്മീദേവിയും അവനെ സ്വയം വൃണാദേ, സ്വയമേവ വരിക്കുന്നു. എങ്ങനെയൊക്കെ ആയിട്ട് എന്ന് പറയുന്നത്? കിരീട സ്ഫുര ചാമര ഛത്രമാല കലാപി ഗജക്ഷൗമ ഭൂഷാ വിശേഷൈഹി. ഒരുപാട് വിശേഷങ്ങളോടുകൂടി അവനെ ഭരിക്കുന്നു എന്നാണ്. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളാണ് പറഞ്ഞത്? ഭൂമിദേവിയും ലക്ഷ്മീദേവിയും ഇവനെ ഏതൊക്കെ അലങ്കാരങ്ങൾ, വിഭൂതികൾ കൊടുത്ത് ഇവനെ സേവിക്കുന്നു എന്നാണ്. അപ്പൊ കിരീടം അണിയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജപദവി തന്നെ ലഭിക്കും ഇവന്. ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഇവന് കിരീടം കൊണ്ടുവന്നിടും. സ്ഫുരൽ ചാമരം, ശോഭിക്കുന്നതായിട്ടുള്ള വെൺചാമരങ്ങൾ കൊണ്ട് വീശാൻ ആൾക്കാരുണ്ടാവും. ഛത്ര മാലാ കലാപി, ഛത്രം എന്ന് പറഞ്ഞാൽ വെൺകൊറ്റക്കുട തന്നെ പിടിച്ച് രാജാധികാരം പ്രകടിപ്പിച്ചുകൊണ്ട് ഛത്രം പിടിക്കാൻ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ മാല, വിചിത്രങ്ങളായിട്ടുള്ള മാലകൾ, ഹാരങ്ങൾ ഒക്കെ ചാർത്തി അങ്ങനെയുള്ള കലാപി എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളോടുകൂടിയവനായിട്ട് എല്ലാതരം വിശിഷ്ടങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളോടും കൂടി ഗജ ക്ഷൗമ ഭൂഷ വിശേഷൈഹി. ഗജം എന്നാൽ ആന, ക്ഷൗമം എന്നാൽ പട്ടുവസ്ത്രങ്ങള്, ഭൂഷ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ, രത്നങ്ങൾ കൊണ്ടും സ്വർണങ്ങൾ കൊണ്ടും നിർമ്മിച്ചതായിട്ടുള്ള ഭൂഷണങ്ങൾ കൊണ്ടും, വിശേഷൈഹി അങ്ങനെയൊക്കെയുള്ള ആഭരണങ്ങളോടുകൂടി സ്വയം വൃണാദേ, അവനെ സ്വയം വരിക്കുന്നു. അപ്പോ ഭഗവാന്റെ 3 കണ്ണുള്ളതായിട്ടുള്ള ഭഗവാന്റെ ഏതെങ്കിലും കണ്ണിന്റെ ഒരു അറ്റം കൊണ്ട് ഒരു ചെറിയ നോട്ടം ആരുടെ നേർക്ക് പതിക്കുന്നുവോ അവൻ കിരീടവും നല്ല വെൺചാമരങ്ങളും വെൺകൊറ്റക്കുടയും ധരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളുന്നവനും, പട്ടുവസ്ത്രങ്ങൾ ധരിച്ചവനും, മാലകൾ ധരിച്ചവനും, വിശിഷ്ടങ്ങളായ ആഭരണങ്ങൾ ധരിച്ചവനുമായിട്ട് ശോഭിക്കുന്നു. അവനെ ലക്ഷ്മിയും ഭൂമിദേവിയും അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അനേകം ഭൂമിയുടെ ഉടമസ്ഥനായിത്തീരുന്നു, സർവസമ്പത്തിനും പാത്രമായി ഭവിക്കുന്നു. ഭഗവാന്റെ കടാക്ഷം കിട്ടിയ, ഭഗവാന്റെ ആജ്ഞയാണ് കടാക്ഷം. ഭഗവാൻ നമ്മുടെ നേർക്ക് നോക്കുമ്പോ ഭൃത്യരായിട്ടുള്ള ആളുകളൊക്കെ നോക്കി നിൽക്കണം. ഭഗവാന്റെ കടാക്ഷം എവിടേക്കാ പോണം? ഭഗവാൻ ആരുടെ നേർക്കാ നോക്കുന്നത്? അത്രയും മതി അവർക്ക് സൂചന. വേറെ ഓർഡറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരെ നോക്കിയോ അവര് പിന്നെ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഭഗവാൻ നേരത്തെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ പേടിയാ. ലക്ഷ്മിയാണെങ്കിലും വാണിയാണെങ്കിലും ഭൂമിയാണെങ്കിലും മറ്റ് ദേവന്മാരൊക്കെ ആണെങ്കിലും അവരൊക്കെ ഭഗവാന്റെ കിങ്കരന്മാരാണ്, ഭഗവാന്റെ ആജ്ഞാനുവർത്തികളാണ്. അപ്പൊ ഭഗവാൻ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആരുടെയൊക്കെ നേരെ നോക്കുന്നുവോ അവർക്കൊന്നും ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ
പാടുള്ളതല്ല. അവർ കഷ്ടപ്പെടാൻ പാടില്ല. കാരണം എൻ്റെ കടാക്ഷത്തിന്, എൻ്റെ അനുഗ്രഹത്തിന് അവർ പാത്രീഭവിച്ചിരിക്കുന്നു. സോ നിങ്ങൾ ചെന്ന് അവരെ സേവിക്കണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം എന്ന് ഭഗവാൻ ഓർഡർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഭഗവാന്റെ കടാക്ഷം എവിടേക്കാ പതിക്കണത് എന്ന് ലക്ഷ്മിയും ഭൂമിയും മറ്റ് ദേവന്മാരും ഒക്കെ നോക്കി നിൽപ്പാണ്. ഭഗവാന്റെ കടാക്ഷം ഒന്ന് വീണാൽ മതി, ഒരു ആജ്ഞ പോലും വേണ്ട, ഇവരെല്ലാം വന്ന് നമ്മളെ അലങ്കരിക്കും. ധാരാളം ഭൂമിയും ധാരാളം സ്വത്തും നമുക്ക് വന്നു ചേരും. അപ്പൊ അതിന് വേണ്ടത് ഭഗവാന്റെ കാരുണ്യം ഒന്ന് മാത്രം, ഭഗവാന്റെ കടാക്ഷം ഒന്ന് മാത്രം. അതോടുകൂടി നമ്മുടെ എല്ലാ ദൈന്യവും പോയി കിട്ടും. അപ്പൊ ആരാണോ ഭഗവാന്റെ കടാക്ഷത്തിന്, അനുഗ്രഹത്തിന് പാത്രീഭവിക്കുന്നത്, അവർ സർവ സമ്പൽ സമൃദ്ധരായി ഭവിക്കുന്നു. അതാണ് ത്വദക്ഷ്ണോ കടാക്ഷപദേത്യക്ഷയത്ര ക്ഷണം ക്ഷ്മാച ലക്ഷ്മീ സ്വയം തം വൃണാദേ കിരീടസ്ഫുരച്ചാമരഛത്രമാലാകലാപി ഗജക്ഷൗമഭൂഷാ വിശേഷൈഃ. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 17-ാം ശ്ലോകം, 18-ാം ശ്ലോകം. ഭവാന്യൈ ഭവായാപി മാത്രേ ജപിത്രേ മൃഡാന്യൈ മൃഡായാപ്യഗഗ്ന്യൈ മഗഗ്നേ ശിവാംഗ്യൈ ശിവാംഗായ കുർമഃ ശിവായൈ ശിവായാംബികായൈ നമസ്ത്ര്യംബകായ. ഭവാന്യൈ ഭവായാപി മാത്രേ ച പിത്രേ മൃഡാന്യൈ മൃഡായാപ്യഗഗ്ന്യൈ മഗഗ്നേ ശിവാംഗ്യൈ ശിവാംഗായ കുർമഃ ശിവായൈ ശിവായാംബികായൈ നമസ്ത്ര്യംബകായ. അപ്പൊ ഇവിടെ നമഃ എന്ന ക്രിയ ഉണ്ട്. ആർക്കായിക്കൊണ്ട്? നമഃ കുർമ എന്നും പറയുന്നുണ്ട്. കുർമഃ എന്ന് പറഞ്ഞാൽ വയം കുർമഃ, ഞങ്ങൾ ചെയ്യുന്നു എന്നാണ്. കരോതി എന്നുള്ള രൂപത്തിന്റെ ഉത്തമ പുരുഷൻ ബഹുവചനം. അഹം എന്നുള്ള കർത്താവിന്റെ ബഹുവചനമാണ് വയം, ഞങ്ങൾ. അഹം കരോമി, ഞാൻ ചെയ്യുന്നു ഏകവചനം. കുർമഹ എന്നുള്ളത് ബഹുവചനം. രണ്ടുപേര് ചെയ്യുമ്പോൾ കുർവഹ എന്ന് പറയും. വി ബോത്ത് എന്നുള്ളതിന് വയം അല്ല ആവാം എന്നാണ് കർത്താവ്. ആവാം കുർവഹ. അത് തന്നെ മൂന്നോ അധികമോ ആവുമ്പോൾ വയം കുർമഹ. അപ്പോൾ എന്ത് കുർമഹ? നമഃ കുർമഹ. ചേർത്തിട്ട് പറയുമ്പോൾ നമസ്കുർമ എന്ന് പറയും. ഇവിടെ പക്ഷെ കുർമയെ മുകളിലും നമഃ പിന്നാലെയാണ് വെച്ചിട്ടുള്ളതെങ്കിലും നമ്മൾ അതിനെ ചേർക്കണം. അന്വയിക്കുമ്പോൾ നമസ്കുർമ, വയം നമസ്കുർമ, ഞങ്ങൾ നമസ്കരിക്കുന്നു. ആർക്കായിക്കൊണ്ട്? രണ്ടുപേർക്കായിക്കൊണ്ട്. ആരാണ് ഈ രണ്ടുപേര്? ഈ ദമ്പതികള്. ആരാണ് അവര്? ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. കാളിദാസൻ പാടിയില്ലേ? ലോകത്തിന്റെ തന്നെ മാതാപിതാക്കന്മാരായ ജഗത്തിന്റെ പിതരൗ, മാതാപിതാക്കളെ, വന്ദേ പാർവതീ പരമേശ്വരൗ, പാർവതിയെയും പരമേശ്വരനെയും ഞാൻ വന്ദിക്കുന്നു എന്ന്. നമ്മൾ ശിവാനന്ദ ലഹരിയിലെ ആദ്യത്തെ ശ്ലോകം കണ്ടത് കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപബലാഭ്യാം ഭക്തേഷു പ്രകടിതബലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. അങ്ങനെ വണങ്ങി നമ്മൾ, അല്ലേ? അതുപോലെ തന്നെ ഉമാമഹേശ്വര ക്ഷേത്രം സ്തോത്രം, അർദ്ധനാരീശ്വര സ്തോത്രം, ഇതിലൊക്കെ രണ്ടുപേർക്കുള്ള നമസ്കാരങ്ങളാണ്. നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുരുധരാഭ്യാം നഗേന്ദ്ര കന്യാ വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. അങ്ങനെ ദ്വിവചനം പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും നമസ്കാരം, രണ്ടുപേർക്കും നമസ്കാരം എന്ന് പറഞ്ഞു. അങ്ങനെ പല സ്തോത്രങ്ങളും നമ്മൾ കണ്ടു. അപ്പൊ അതുപോലെ ഒരു ശ്ലോകം രണ്ടുപേർക്കുമായിട്ടുള്ള നമസ്കാരമാണ്. ഭഗവാനെ മാത്രമല്ല, ശിവഭുജംഗ പ്രയാഗത്തില് ശിവയെയും ഇൻക്ലൂഡ് ചെയ്തു. കാരണം ദേവിയുടെ ഒരു റെക്കമെൻഡേഷൻ കൂടി ഉണ്ടെങ്കിൽ ഒരു പുഷ് ഉണ്ടാവും ഭഗവാന്റെ അനുഗ്രഹത്തിന്, അല്ലേ? ദേവി കൂടി ഭഗവാനോട് പറയും,
നോക്കൂ, ആ ദീനന്റെ കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കൂ. ഇതെന്താ അത്? എത്ര നേരമായി അദ്ദേഹം വിലപിക്കുന്നു എന്ന് ഭഗവാനെ, ഭർത്താവിനെ പിന്നിൽ നിന്നൊന്ന് ശാസിക്കുമാര് ജഗദംബിക. അമ്മമാർക്ക് കാരുണ്യം കൂടുതലാ. അതുകൊണ്ട് ഒരു ശ്ലോകം കൊണ്ട് അമ്മയെ സ്തുതിച്ചപ്പോഴേക്കും അമ്മ അനുഗ്രഹിക്കും. അതാണ് ഇവിടെ അമ്മയുടെ പേരും കൂടി പറയണു. ഭവാന്യൈ ഭവായാഭി മാത്രേ ച പിത്രേ. ഭവാന്യൈ ഭവായ, ഭവാനിക്കായിക്കൊണ്ടും ഭവനായിക്കൊണ്ടും നമഃ കുർമ, വയം നമസ്സിനെ ചെയ്യുന്നു. അപ്പൊ ഭവാന്യൈ ഭവായ, ഭഗവാന്റെ പേര് ഭവൻ. അപ്പൊ ഭവായ നമഃ, ഭവാന്യൈ നമഃ. ഭവന്റെ പത്നിയാണ് ഭവാനി. ഭവൻ എന്നാൽ എല്ലാറ്റിനെയും ഭവിപ്പിക്കുന്നവൻ, ലോകത്തെ തന്നെ നിർമ്മിക്കുന്നവൻ. ദേവിയോ അതിന്റെ ശക്തി തന്നെയാണ് ദേവി, ഭവാനി. അപ്പൊ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്ന ജഗന്മാതാവും പിതാവും. ഭവാനിയൈ ഭവായ. മാത്രേ ച പിത്രേ, മാത്രേ നമഃ പിത്രേ നമഃ. മാതാവിനായിക്കൊണ്ട് നമസ്കാരം, പിതാവിനായിക്കൊണ്ട് നമസ്കാരം. ലോകത്തിന്റെ മാതാപിതാക്കന്മാരാണ് പാർവതി പരമേശ്വരന്മാർ. അപ്പൊ അമ്മയ്ക്കായിക്കൊണ്ടും അച്ഛനായിക്കൊണ്ടും നമസ്കാരം. മൃഡാന്യൈ മൃഡായാവി, ഭഗവാന്റെ പേര് മൃഡൻ. മൃഡായ നമഃ എന്ന് ഭഗവാന് നാമാവലി. അത് തന്നെ ദേവിയുടെ എന്താവുമ്പോ സ്ത്രീലിംഗത്തിലാവുമ്പോ മൃഡൻ. മൃഡൻ എന്നത് പുല്ലിംഗം, മൃഡാനി എന്നത് സ്ത്രീലിംഗം. അപ്പൊ മൃഡാന്യൈ നമഃ. ആരാ മൃഡൻ എന്ന് പറഞ്ഞാൽ സുഖ സ്വരൂപൻ, സുഖം നൽകുന്നവൻ എന്നൊക്കെ തോന്നും. മൃഡൻ എന്നാൽ സുഖം നൽകുന്നവൻ. ദേവി മൃഡാനി, സുഖത്തെ നൽകുന്നവൾ, മൃഡന്റെ പത്നി. അപ്പൊ നമുക്ക് സുഖം തരുന്നവനായ മൃഡനായിക്കൊണ്ട് നമസ്കാരം. മൃഡായ നമഃ, മൃഡന്യൈ നമഃ, മൃഡാനിക്കായിക്കൊണ്ടും നമസ്കാരം. അടുത്തത് അപി അഗഗ്ന്യൈ മഗഗ്നേ. അഗഗ്ന്യൈ നമഃ, മഗഗ്നേ നമഃ. അഗഗ്ന്യൈ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദം, മഗഗ്നേ എന്നുള്ളത് പുല്ലിംഗ ശബ്ദം. അപ്പൊ ആരൊക്കെയാണ് ചിന്തിച്ചോളുക. മഗഗ്നേ എന്നുള്ളത് മഹാദേവനെ സ്തുതിച്ചതാണ്. മഗത്തെ ഹനിച്ചവൻ. മഖം എന്നാൽ ഇവിടെ യാഗം. ഖകാരം നഖത്തിന്റെ രണ്ടാമത്തെ ഖകാരമാണ്. മഖം എന്നാൽ യാഗം. ഏത് യാഗം? ദക്ഷയാഗം. അതിനെ എന്ത് ചെയ്തു? ഭഗവാൻ ഹനിച്ചു, നശിപ്പിച്ചു. അതുകൊണ്ട് ഭഗവാന് പേര് മഗഗ്നഃ എന്ന്. അദ്ദേഹത്തെ നമസ്കരിക്കുമ്പോൾ ചതുർത്ഥിയിൽ പറയുമ്പോഴാണ് മഗഗ്നേ നമഃ. ദക്ഷയാഗത്തെ നശിപ്പിച്ചവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായിട്ടുള്ള ആളുകളുടെ പൂജയെ പോലും സ്വീകരിക്കാതെ അവരെ നശിപ്പിക്കുന്ന, ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവനായിട്ടുള്ള ഭഗവാന് നമസ്കാരം. ദേവി എന്താ വിളിച്ച്? അഗഗ്ന്യൈ നമഃ. അവിടെ അകം എന്നാൽ പാപം. അത് ഗകാരം നാലാമത്തെ, മേഘത്തിന്റെ ഗകാരം. അപ്പൊ അകത്തെ ഹനിക്കുന്നവൾ അകം ഹന്തീതി അഗഗ്നി, പാപങ്ങളെ നശിപ്പിക്കുന്നവൾ. അപ്പൊ പാപങ്ങളെ നശിപ്പിക്കുന്ന പാർവതീദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദക്ഷന്റെ യാഗത്തെ നശിപ്പിച്ച മഗഗ്നനായിക്കൊണ്ട് നമസ്കാരം. അഗഗ്നൈ മഗഗ്നേ. ശിവാംഗ്യൈ ശിവാംഗായ. മൂന്നാമത്തെ വരിയിൽ പറയുന്നു ശിവാംഗി. ദേവിയുടെ പേരാണ് ശിവാംഗി എന്ന് പറഞ്ഞാൽ ശിവങ്ങളായ അംഗങ്ങളോട് കൂടിയവൾ. ശിവം എന്നാൽ മംഗളം, നല്ല മംഗളങ്ങളായ അവയവങ്ങളോട് കൂടിയവൾ. അപ്പൊ ദേവിയുടെ ശരീര അവയവങ്ങളൊക്കെ തന്നെ മംഗള സ്ഥാനങ്ങളാണ്. സർവമംഗള മാംഗല്യയാണ് ദേവി. ദേവിയുടെ ഏത് അവയവത്തെ നോക്കുമ്പോഴും നമുക്ക് മംഗളം ഉണ്ടാവും. അങ്ങനെയുള്ള മംഗളാംഗിക്കായിക്കൊണ്ട് നമസ്കാരം. ശിവാംഗായ നമഃ എന്ന് പറയുമ്പോൾ മംഗളാംഗനായിക്കൊണ്ട് നമസ്കാരം. ഭഗവാന്റെ അവയവങ്ങളും അംഗങ്ങളും മംഗളഭൂയിഷ്ടം, മംഗളസ്ഥാനമാണ്. ലോകത്തിന് മുഴുവൻ മംഗളത്തെ കൊടുക്കുന്നതാണ് ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സ്മരണം എല്ലാം തന്നെ. അപ്പൊ ശിവാംഗായ നമഃ, മംഗളാംഗായ നമഃ, ശിവാംഗ്യൈ നമഃ, മംഗളാംഗിക്കായിക്കൊണ്ട് നമസ്കാരം. പിന്നെ കുർമ്മ ശിവായൈ ശിവായ എന്ന് പറഞ്ഞു. ശിവായൈ നമഃ, ശിവായ നമഃ. ശിവായൈ നമഃ എന്ന് പറയുമ്പോൾ ശിവയ്ക്കായിക്കൊണ്ട്, ശിവപത്നിക്കായിക്കൊണ്ട് നമസ്കാരം. ശിവായ നമഃ എന്ന് പറയുമ്പോൾ മഹാദേവനായിക്കൊണ്ട് നമസ്കാരം, മംഗളമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. അംബികായൈ നമഃ ത്രയംബകായ. അംബികായൈ നമഃ ത്രയംബകായ നമഃ.
അംബികായൈ എന്ന് പറയുമ്പോൾ അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അംബിക എന്നത് അംബ എന്ന് തന്നെയാണ്. അംബ എന്നാൽ അമ്മ. ജഗന്മാതാവിനായിക്കൊണ്ട് നമസ്കാരം. അംബികാദേവിക്ക്, പാർവതീ ദേവിക്ക് ജഗന്മാതാവിനായിക്കൊണ്ട് നമസ്കാരം. ത്രംബകായ നമഃ എന്ന് പറയുമ്പോഴോ മുക്കണ്ണനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ അങ്ങനെയുള്ള ഈ പറഞ്ഞ വിശേഷണങ്ങളോട് കൂടിയ രണ്ടുപേർക്കും മാത്രേച്ച പിത്രേച്ച നമഃ കുർമ എന്നാണ്. ഈ മാതാവിനും പിതാവിനുമായിക്കൊണ്ട് ഞങ്ങൾ നമസ്സിനെ ചെയ്യുന്നു, നമസ്കാരത്തെ സമർപ്പിക്കുന്നു. നമ്മൾ എല്ലാവരും കൂടി നമസ്കരിക്കാം. ഭവാന്യൈ ഭവായാഭിമത്രേ ച പിത്രേ മൃഡാന്യൈ മൃഡായാപ്യഗഗ്ന്യൈ മഗഗ്നേ ശിവാംഗ്യൈ ശിവാംഗായ കുർമ ശിവായൈ ശിവായാംബികായൈ നമസ്ത്രംബകായ. അടുത്ത ശ്ലോകം നോക്കാം. ഭവദ്ഗൗരവം മല്ലഗുത്വം വിദിത്വാ പ്രഭോ രക്ഷകാരുണ്യദൃഷ്ട്യാനുഗമ്മാം ശിവാത്മാനുഭാവസ്തുതൗ അക്ഷമോഹം സ്വശക്ത്യാ കൃതം മേ അപരാധം ക്ഷമസ്വ. ഭവദ്ഗൗരവം മല്ലഗുത്വം വിദിത്വാ പ്രഭോ രക്ഷകാരുണ്യദൃഷ്ട്യാനുഗമ്മാം ശിവാത്മാനുഭാവസ്തുതൗ അക്ഷമോഹം സ്വശക്ത്യാ കൃതം മേ അപരാധം ക്ഷമസ്വ. ഭഗവാനോട് ഒരു അപരാധ ക്ഷമാപണം ചെയ്യുകയാണ്. എന്താ ഇവിടെ ചെയ്ത തെറ്റ് എന്ന് വെച്ചാൽ, ഭഗവാന്റെ മുഴുവൻ മഹിമയും അറിയാതെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു ഞാൻ. അതാണ് അപരാധം. ഭഗവാനെ ചെറുതാക്കി. വലിയ ഭഗവാന്റെ മഹിമ അറിയാതെ എനിക്കറിയാവുന്നത് വെച്ച് ഞാൻ അങ്ങോട്ട് വിളമ്പി. തീർച്ചയായിട്ടും അത് അങ്ങയുടെ യശസ്സിന് ഹാനികരമായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ചില മഹാപണ്ഡിതന്മാരായിട്ടുള്ള മഹാജ്ഞാനികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വിശേഷ സ്റ്റേജിൽ, വേദിയിൽ നമ്മൾ പരിചയപ്പെടുത്തും മഹാത്മാക്കളെ. എങ്ങനെയാ പരിചയപ്പെടുത്തുക? നമ്മുടെ മന്ദബുദ്ധി കൊണ്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ അങ്ങനെ അവരെ പരിചയപ്പെടുത്തും. വാസ്തവത്തിൽ പലപ്പോഴും അവരുടെ യഥാർത്ഥ ക്വാളിഫിക്കേഷൻസ് എന്താന്ന് പോലും നമുക്കറിയില്ല. എത്ര ഡിഗ്രികളുണ്ട്, എത്ര ഡോക്ടറേറ്റുകളുണ്ട്, അവർക്ക് ഒന്നും അറിയില്ല. നമുക്ക് ഏതെല്ലാം പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്, ഇപ്പൊ ഏതെല്ലാം പദവികൾ വഹിക്കുന്നു, ഏതെല്ലാം അവാർഡുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ ഏതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നു, എന്തെല്ലാം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ്. ഇതൊന്നും അറിയാതെ നമുക്ക് തോന്നിയത് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങളൊക്കെ വിളമ്പും. വാസ്തവത്തിൽ ആ മഹാത്മാക്കളെ ഇകഴ്ത്തലായിരിക്കും. ഇപ്പൊ നല്ലൊരു മാത്തമാറ്റിക്സിൽ ഒരു പ്രൊഫസറായിരിക്കുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങേർക്ക് ഗുണഘോഷ പട്ടിക കാണാതെ അറിയാട്ടോ, നല്ല പുകഴ്ത്തലായി അല്ലേ. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു മാന്യത. അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാന്റെ മഹിമ യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും അറിയില്ല. വേദങ്ങൾ പോലും അതാ പറയണത്, ഞങ്ങൾക്ക് അറിയില്ല ഭഗവാന്റെ യഥാർത്ഥ മഹിമയൊന്നും, എങ്കിലും ഞങ്ങൾ സ്തുതിക്കുന്നു. കാരണം ഓരോരുത്തർക്കും അറിയുന്ന പോലെ സ്തുതിക്കണം ഈശ്വരനെ. കൂടുതൽ കൂടുതൽ സ്തുതിക്കുന്തോറും കൂടുതൽ കൂടുതൽ ഭഗവാൻ നമുക്ക് വെളിവായി വരും. സ്തുതിക്കാതിരുന്നാൽ ഒട്ടും വെളിവാവില്ല അല്ലേ. നീന്തൽ പഠിക്കാൻ തുടങ്ങിയാലല്ലേ നമുക്ക് നീന്താൻ പറ്റുള്ളൂ. സൈക്ലിംഗ് വണ്ടിയിലൊന്ന് കയറി കുറച്ച് വീണാലും കുഴപ്പമില്ല. കുറച്ച് പഠിക്കുമ്പോൾ കുറച്ച് അപകടമൊക്കെ പറ്റും. കുറച്ച് ദൂരം രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വീഴും. നടക്കാൻ പഠിച്ചതും സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതും നീന്താൻ പഠിച്ചതും ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാ. അപ്പൊ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. നീന്തൽ മുഴുവൻ പഠിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങുക, സൈക്കിളിന്റെ എക്സ്പേർട്ടായ ശേഷം സൈക്കിളിൽ കയറുക, കാർ ഓടിക്കാൻ എല്ലാം പഠിച്ച് എക്സ്പേർട്ടായ ശേഷം ഡ്രൈവിങ്ങിൽ സീറ്റിലേക്ക് കയറുക. പറ്റുമോ? അങ്ങനെ വല്ല വിദ്യകളുണ്ടോ? ഏതെങ്കിലും വിദ്യ അങ്ങനെ അപ്രന്റീസ് ചെയ്യാതെ, ട്രെയിനിങ് എടുക്കാതെ പൂർണ്ണതയിൽ എത്തുന്ന ഏതെങ്കിലും വിദ്യ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സ്തുതിയും. ഭഗവാന്റെ സ്തുതി ഓരോരുത്തരും യഥാശക്തി ചെയ്യുക, അവരവരാലാവുന്നത് ചെയ്യുക. ചെയ്യുന്തോറും വളരും. ചെയ്യാതിരുന്നാൽ ഉള്ളത് മുരടിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ വേദങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്,
ഭഗവാനെ അങ്ങനെ നിങ്ങൾക്ക് സ്തുതിക്കാനൊന്നും ആവില്ല, ആർക്കും ആവില്ല. കാരണം സ്തുതി എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ എക്സാജറേഷൻ കൂടി ഉണ്ട്. എക്സാജറേഷൻ പോയിട്ട് ഉള്ളത് പറയാൻ പോലും നമുക്ക് ആർക്കും സാധിക്കില്ല. നമ്മുടെ ലോകത്തിലുള്ള വ്യക്തികളെ കുറിച്ച് വേണമെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് പറയാം. കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമ്മുടെ മന്ത്രിമാരായിട്ടൊക്കെ MLA-മാരായിട്ടൊക്കെ നമ്മുടെ അവിടെ എന്തെങ്കിലും വിശേഷത്തിനോ ഉദ്ഘാടനത്തിനോ വല്ലതിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പുകഴ്ത്ത് തന്നെ അങ്ങോട്ട്, ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പുകഴ്ത്ത് തന്നെ, നിവൃത്തികേടുമുണ്ട്. കാരണം അവരുടെ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കണമല്ലോ. MLA-യും MP-യും മന്ത്രിമാരും ഒക്കെ ആയിപ്പോയില്ലേ, സഹിക്കുക തന്നെ. മഹാകള്ളന്മാരും ധൂർത്തന്മാരും സ്വഭാവദൂഷ്യമുള്ളവരും ഒക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? പുകഴ്ത്തുന്നവര്. അത് ലൗകികമായിട്ടുള്ള സ്തുതി. ഈശ്വരനെ സ്തുതിക്കണമെങ്കിൽ, ഈശ്വരനെ കുറിച്ച് എക്സാജറേറ്റ് ചെയ്യണമെങ്കിൽ, ഈശ്വരന്റെ യഥാർത്ഥ വലിപ്പം തന്നെ നിങ്ങൾക്ക് അറിയോ? ഏതാണ് എക്സാജറേഷൻ എന്ന് പറയുക? ഉള്ളതിലും കവിഞ്ഞ് പറയുമ്പോഴാണ്, കൂട്ടി പറയുമ്പോഴാണ് അതിശയോക്തി. അതിന് അതിശയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയല്ലേ അതിശയമാവുള്ളൂ. അതിശയിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് കടക്കുക എന്നാണ്. ക്രോസ് ചെയ്യുക, പരിധി കടക്കലാണ് അതിശയം. അതിശേതീതി അതിശയം. യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്സ്. എന്നാൽ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ പോയിട്ട് ഭഗവാനെ കുറിച്ച് യഥാതഥമായിട്ട് ഉള്ളത് പോലും നമുക്ക് അറിയില്ല, അറിയാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ അനന്തമൂർത്തിയാണ്. അനന്തമായിട്ടുള്ള ശക്തിക്കും വൈഭവത്തിനും മഹത്വത്തിനും ഉടമസ്ഥനായിരിക്കുന്ന ഭഗവാനെ നമുക്ക് എങ്ങനെ ഭഗവാന്റെ ഇല്ലാത്ത ഗുണഗണങ്ങളെ പറയാൻ പറ്റും? ഉള്ളത് തന്നെ പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ ഭഗവാനെ കുറിച്ച് സത്യം തന്നെ പറയാൻ സാധിക്കാതിരിക്കെ ഇവിടെ ഭഗവാനെ സ്തുതിക്കുമ്പോൾ മാത്രമേ സ്തുതി യഥാർത്ഥമാകുന്നുള്ളൂ. ഭഗവാനെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ സത്യം ആണ് എന്ന് വെച്ചാൽ ഏറ്റവും താഴ്ന്ന തലത്തിലെങ്കിലും അത് സത്യമാണ്. ഭഗവാനെ കുറിച്ച് മുഴുവൻ പറയാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഇവിടുത്തെ അപരാധം. അപ്പൊ അങ്ങനെ ഒരു അപരാധം ഞാൻ ചെയ്തു. അത് അങ്ങയുടെ മഹത്വം കൊണ്ട്, അങ്ങയുടെ വിശാല ഹൃദയത്വം കൊണ്ട്, അങ്ങയുടെ ഗുരുത്വം കൊണ്ട്, എൻ്റെ ലഘുത്വവും മനസ്സിലാക്കിയിട്ട് ഞാൻ എത്ര നിസ്സാരനാണ്, എന്നെ കൊണ്ടാവും പോലെയല്ലേ ഞാൻ സ്തുതിക്കുക. കൊച്ചു കുട്ടികള് അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അറിവിനനുസരിച്ചല്ലേ പറയുള്ളൂ, അല്ലേ? ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് അച്ഛന്മാർ ഏത് ഓഫീസിൽ, ഏത് ജോലിയിൽ, എത്ര വലിയ പദവിയിൽ ഇരിക്കുന്നു എന്നൊന്നും അറിയില്ല. അച്ഛൻ എവിടെ പോയി? ആപ്പീച്ച് പോയി എന്ന് പറയും. ഏതാപ്പീച്ച്? കലക്ടർ ആപ്പീച്ച്. ആ കലക്ടർ ഓഫീസിൽ സാക്ഷാൽ കലക്ടർ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അച്ഛൻ. പക്ഷെ കേൾക്കുന്നവരെ എന്താ പ്യൂണാണെന്ന് വിചാരിക്കാൻ ചിലപ്പോൾ. കുട്ടിക്ക് അറിയുന്ന പോലെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഞാനും അങ്ങയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഭവദ്ഗൗരവം മല്ലഗുത്വം വിദിത്വാ പ്രഭോ രക്ഷകാരുണ്യ ദൃഷ്ട്യാനുഗമ്മാം. എന്താണ്? ഭവൽ ഗൗരവം, അങ്ങയുടെ ഗൗരവത്തെയും, മല്ലഘുത്വം, മല്ലഘുത്വം മദീയം ലഘുത്വം, എന്നെ സംബന്ധിച്ച നിസ്സാരതയെയും, വിദിത്വ, അങ്ങ് അറിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര വ്യത്യാസമുണ്ട് അങ്ങ് ഞാനും തമ്മിൽ. അങ്ങ് എത്ര വലിയവൻ, ഞാൻ എത്ര നിസ്സാരൻ. അപ്പൊ ഈ നിസ്സാരനായിട്ടുള്ള ഒരാൾക്ക് അങ്ങേപോലെ വലിയൊരാളുടെ മഹത്വമൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഒരു സ്പൂണ് കൊണ്ട് കടലിന്റെ വെള്ളം അളക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ എൻ്റെ ബുദ്ധി. എൻ്റെ ബുദ്ധി വെറും ഒരു സ്പൂണ്, അങ്ങോ കടല്. ഞാൻ ഇതുകൊണ്ട് ആവുന്നത് അളന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭവൽ ഗൗരവം മല്ലഘുത്വം വിദിത്വ പ്രഭോ രക്ഷ, സർവശക്തനായ അങ്ങ് എന്നെ രക്ഷിച്ചാലും എങ്ങനെ? കാരുണ്യ ദൃഷ്ടിയാ, അങ്ങയുടെ കാരുണ്യ ദൃഷ്ടി കൊണ്ട്. അങ്ങനെ അങ്ങ് കാരുണ്യ ദൃഷ്ടി കൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലോ ഇനിയും നന്നായിട്ട് അങ്ങയെക്കുറിച്ച് പറയാൻ എനിക്ക് ശക്തി ഉണ്ടാവും. അങ്ങ് എനിക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങയുടെ സ്തുതിയിലേക്ക് കൂട്ടാനുള്ള വകുപ്പായി. ഇതൊക്കെ ചെയ്തവൻ എന്ന് ഞാൻ ഇനിയും പറയാം. എങ്ങനെയുള്ള എന്നെ? അനുഗം മാം. അനുഗം എന്ന് പറഞ്ഞാൽ അനുഗമിക്കുന്നവനായ, അങ്ങയെ അനുസരിക്കുന്നവനായ, അങ്ങയുടെ ഫോളോവറായ എന്നെ, അങ്ങയുടെ ഡിവോട്ടിയായ എന്നെ അങ്ങ് കാരുണ്യ ദൃഷ്ട്യാ രക്ഷ. ശിവാത്മാനുഭാവസ്തുതൗ അക്ഷമോഹം. ശിവ ആത്മാനുഭാവ സ്തുതൗ അക്ഷമഃ അഹം.
അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആത്മ അനുഭാവം, അങ്ങയുടെ യഥാർത്ഥ പ്രഭാവം, അങ്ങയുടെ മഹത്വം, അതിനെ സ്തുതിക്കുന്നതിൽ അക്ഷമഃ അഹം, ഞാൻ ക്ഷമനല്ല, സാമർഥ്യമുള്ളവനല്ല, അതിനുള്ള കഴിവുള്ളവനല്ല. അങ്ങയുടെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ വർണ്ണിക്കാനുള്ള സാമർഥ്യം എനിക്കില്ല. അങ്ങയുടെ ആത്മാനുഭാവം എവിടെ കിടക്കുന്നു? ഈ നിസ്സാരനായിട്ടുള്ള ഞാൻ എവിടെ കിടക്കുന്നു? അതുകൊണ്ട് ശിവാത്മാനുഭാവസ്തുതൗ അക്ഷമോഹം സ്വശക്ത്യാ കൃതം മേ പരാദം ക്ഷമസ്വ. സ്വശക്ത്യാ കൃതം മേ അപരാധം, എന്റെ ശക്തി കൊണ്ട് ചെയ്തതായിട്ടുള്ള അപരാധത്തെ ക്ഷമസ്വ, അങ്ങ് ക്ഷമിച്ചാലും. അപ്പൊ എന്റെ യഥാശക്തിക്ക് അനുസരിച്ച് ഞാൻ ചെയ്തൊരു സ്തുതിയാണ്, അതിലെന്ത് കുറവുണ്ടെങ്കിലും അങ്ങ് ക്ഷമിക്കുക. അങ്ങേ ഉള്ളതുപോലെ സ്തുതിക്കാനൊന്നും എനിക്കുള്ള ശക്തി ഇല്ല. അപ്പൊ അറിയുന്നത് പോലെ, എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ചെയ്തു, അത് ക്ഷമിച്ചാലും. അല്ലേ? ഇപ്പൊ കൊച്ചു കുട്ടികള് ഒരു പെയിന്റിങ് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അച്ഛൻ നല്ല ലോക പ്രശസ്ത പെയിന്ററാണ്. ആ കുട്ടി കുറെ കളേഴ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു, വാട്ടർ കളേഴ്സും പേപ്പറും ബ്രഷും ഒക്കെ കൊടുത്തു. ആ കുട്ടി അതിൽ പേപ്പറിൽ വെച്ചിട്ട് ഈ കളർ കൊണ്ട് കറബിറാന്ന് എന്തെങ്കിലുമൊക്കെ അടി. അത് കണ്ട ഉടനെ ഈ ലോക പ്രശസ്ത കലാകാരനായിട്ടുള്ള ഈ അച്ഛൻ ആ കുട്ടിയെ നിന്ദിച്ചുകൊണ്ട് ശാസിച്ചാൽ ആ കുട്ടിയുടെ പണി കഴിഞ്ഞു. ഇനി ജീവിതത്തിൽ ആ കുട്ടി ചിത്രം വരയ്ക്കില്ല, അല്ലേ? അതുകൊണ്ട് ബുദ്ധിയുള്ള അച്ഛൻ എന്താ ചെയ്യുക? എന്ത് വൃത്തികേട് വരച്ചു വെച്ചാലും ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി ആ കുട്ടിയെ പുകഴ്ത്തിക്കൊണ്ട് അച്ഛൻ പറയും, ഗംഭീരായിട്ട് മോനെ, ബ്യൂട്ടിഫുൾ, വോ, എത്ര നന്നായിട്ടാ മോൻ വരച്ചത്. അത് കുട്ടിക്ക് വലിയ പ്രോത്സാഹനമാണ്. കാരണം ലോക പ്രശസ്ത ചിത്രകാരനാണ് തൻ്റെ അച്ഛൻ, ഹീറോ. അദ്ദേഹമാ പറഞ്ഞിരിക്കണേ എന്റെ ചിത്രം നന്നായിട്ടുണ്ട് എന്ന്. ചിലപ്പോൾ അച്ഛൻ പറയും കൂടി ചെയ്യും, എനിക്ക് പോലും നിന്റെ അത്ര വരയ്ക്കാൻ പറ്റില്ല കേട്ടോ എന്ന്. അത് ആ കുട്ടിക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം നൽകി ഇനിയും ഇനിയും വരയ്ക്കാൻ പ്രചോദനമാകും. അങ്ങനെ വരച്ച് വരച്ച് അവൻ മിടുക്കനാകും. ചിലപ്പോൾ അച്ഛനേക്കാൾ വലിയ ആളാവും, പെരുന്തച്ഛനെ പോലെ ആവും. പക്ഷെ നേരത്തെ ആദ്യത്തെ വരയിൽ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടിയിച്ചാലോ, മതി നിന്റെ വര, നിർത്ത്, നിന്നെ കൊണ്ടൊന്നും വരയ്ക്കാൻ കഴിയില്ല എന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ പണി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ലൗകികന്മാരായിട്ടുള്ള അച്ഛന്മാർ പോലും. അപ്പൊ ലോകത്തിന്റെ പിതാവായിട്ടുള്ള അങ്ങ് എന്റെ നേരെ എന്റെ സ്തുതിയിൽ എന്തെങ്കിലും കുറവ് കണ്ടിട്ട് എന്നെ നിന്ദിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആരോട് പോയി പറയും? ഇനി എനിക്ക് വളർച്ചയുണ്ടോ? അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് അങ്ങയെക്കുറിച്ച് സ്തുതിച്ചപ്പോൾ കുറഞ്ഞു പോയി എന്നുള്ളത് അങ്ങ് അങ്ങോട്ട് ക്ഷമിക്കുക. അങ്ങ് അത്രയും വലിയ ആളല്ലേ. അപ്പോ ബവൽ ഗൗരവം ലഘുത്വം വിദിത്വ പ്രഭോ രക്ഷ കാരുണ്യ ദൃഷ്ട്യാനുഗമ ശിവാത്മാനുഭാവസ്തുതൗ അക്ഷമോഹം സ്വശക്ത്യാ കൃതം മേ പരാദം ക്ഷമസ്വ. എന്തായാലും സമയം കഴിഞ്ഞു. നാളെ തുടരാം. 19-ാം ശ്ലോകം വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 4 ശ്ലോകമാണ് എടുത്തത്. ഇനി കുറച്ച് സ്പീഡ് കൂട്ടി പോവാം. 40 ശ്ലോകമാണ് മൊത്തം ഉള്ളത്. ഹരി ഓം. നാളെ 10:30 വീണ്ടും തുടരാം. എന്തായാലും ഇന്നിപ്പോൾ 11-ാം തീയതി, കർക്കിടക മാസത്തിന് മുമ്പ് തീരുമോ നോക്കാം. കാരണം കർക്കിടക മാസം ഈ സമയം നമ്മൾ രാമായണ മാസം ആചരിക്കാനായിക്കൊണ്ട് ഉദ്ദേശിക്കുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എടുക്കാം. ആദ്യം ഇതായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ലൈവായിട്ട് ആദ്യമായിട്ടാണ് രാമായണം ചെയ്യുന്നത്. അപ്പോൾ അത് അധ്യാത്മരാമായണം തന്നെ ആയിക്കോട്ടെ. മലയാളികൾക്കൊക്കെ സുപരിചിതമായ അധ്യാത്മരാമായണം അത് വായിക്കുകയും ചെയ്യാം, കുറേയൊക്കെ അതിൻ്റെ ചർച്ചയും ചെയ്യാം. അങ്ങനെയുള്ളൊരു പരിപാടി മനസ്സിൽ കാണുന്നുണ്ട്. അപ്പോൾ 10:30 to 12 എന്നുള്ളൊരു സമയം എടുക്കും. 1.5 മണിക്കൂർ എടുക്കും കർക്കിടക മാസം മുഴുവൻ. കാരണം വായിക്കുകയും പറയുകയും കൂടി ചെയ്ത് 30 ദിവസം കൊണ്ട് പൂർണ്ണമാക്കാനായിക്കൊണ്ട്. അപ്പം നമ്മുടെ സ്തോത്ര തരംഗിണി എന്ത് ചെയ്യും? അത് രാവിലത്തെ ഒരു ക്ലാസ് മാത്രമാക്കും. 8 മണിക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്
7:30 to 8:30 എന്നൊരു 1 hour ആക്കാം. അപ്പോൾ ശങ്കരസ്തോത്ര തരംഗിണി അത് മുറിയാതെ, അത് 108 കടന്ന് അത് തുടർച്ചയായിട്ട് രാവിലത്തെ സെഷൻ പോയിക്കൊണ്ടിരിക്കട്ടെ. അത് 7:30 to 8:30 1 മണിക്കൂർ ശങ്കരസ്തോത്ര തരംഗിണികൾ പോകും. 10:30 മണി തൊട്ട് 12 മണി വരെ അധ്യാത്മരാമായണം തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പുസ്തകമൊക്കെ സംഘടിപ്പിച്ച് വെച്ചോളൂ. ഇല്ലാത്തവർ ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. എങ്ങനെയാണ് രാമായണം വായിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. പലരും വായിക്കുന്നുണ്ട് യന്ത്രങ്ങളെ പോലെ, അല്ലേ? ഒരു ആസ്വദിച്ച് വായിക്കുന്നില്ല ആരും. ഒരു വഴിപാട്, കർക്കിടക മാസമായാൽ രാമായണം വായിക്കണം, എല്ലാവരും വായിക്കണോ, ഞാനും വായിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പുസ്തകമായിട്ടിരുന്ന് കുറേ നിലവിളിക്കും. കേൾക്കുന്നവർ പേടിച്ചോടും. കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ രാമായണം വായിക്കാൻ വല്ല ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അതിനെ കളയും നമ്മൾ ചിലർ. അമ്മൂമ്മയുടെ നിലവിളി കേട്ടിട്ട് കുട്ടികൾ രാമായണം വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങണം. എന്ത് ചെയ്യുമ്പോഴും ആസ്വദിച്ച് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കും വളർച്ചയുണ്ടാക്കും, കേൾക്കുന്നവർക്കും എന്തെന്നില്ലാത്ത ആനന്ദം കൊടുക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ അത് കേട്ടിട്ട് ആ ട്രാക്കിലേക്ക് വരും. എന്താ ഈ അമ്മൂമ്മയ്ക്കൊരു വ്യത്യാസം, കഴിഞ്ഞ കൊല്ലം ചൊല്ലിയ പോലെ അല്ലല്ലോ ഇപ്പോൾ ഈ വർഷം രാമായണം ചൊല്ലുന്നത് എന്ന് കുട്ടികൾ എത്തി നോക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ചിന്തിക്കാം. അങ്ങനെ നമുക്ക് രാമായണം ആസ്വദിക്കാനുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ചില പരിപാടികളും കൂടി ചിന്തിക്കുന്നുണ്ട്. ചിലരൊക്കെ ഹനുമാൻ ചാലീസയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വേറൊരു ഗ്രൂപ്പിൽ, ഓം നമ ശിവായ എന്നുള്ള ഗ്രൂപ്പിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഹനുമാൻ ചാലീസ 1 മണിക്കൂർ പ്രഭാഷണം ഉണ്ടാവും, 5 to 6. അപ്പോൾ ഹനുമാൻ ചാലീസ കഴിഞ്ഞാൽ അതേ സെഷനിൽ നമുക്ക് ഹനുമൽ ഭുജംഗ പ്രയാദവും ചെയ്യാം. കാരണം ഹനുമാൻ ചാലീസ ചെറിയൊരു 40 ഈരടികൾ മാത്രമുള്ളതായിട്ടുള്ള 40 ഈരടികൾ എന്നാ പറയുക, ചോപ്പായി എന്ന് പറയും ഹിന്ദിയിൽ. അപ്പൊ 40 ചോപ്പായികൾ മാത്രമുള്ള, ഈരടികൾ മാത്രമുള്ള ഒരു ചെറിയ കൃതിയാണ്. എങ്കിലും കുറച്ച് പറയാനുണ്ട്. ഹനുമാൻ സ്വാമിയുടെ മഹത്വം മുഴുവൻ അതിൽ കൊണ്ടിട്ടുള്ളതാണ്. അത് 15-20 ദിവസം കൊണ്ട് ചിലപ്പോൾ കഴിയും. അത് കഴിഞ്ഞാൽ ഹനുമൽ ഭുജംഗ പ്രയാദവും ആ വൈകുന്നേരം തുടരാം. അപ്പോൾ രാമായണത്തിൻ്റെ ആ ഒരു പാരലായിട്ട് അതും പോകും. അത് വൈകിട്ട് 5 to 6 ഓം നമ ശിവായ എന്നുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ, ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും അതിൽ വരാം. എല്ലാവർക്കും ഓപ്പണാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അംഗങ്ങളാവാം, അല്ലെങ്കിൽ പുറത്തു നിന്നും കാണാം. എല്ലാവർക്കും കാണാം. പിന്നെ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ തന്നെ ഷെയർ ചെയ്യാനും ഏർപ്പാട് ചെയ്യാം. പിന്നെ ലളിതാ സഹസ്രനാമം വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അർജൻറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ദിവസവും 15 മിനിറ്റ് വീതം ലളിതാ സഹസ്രനാമം പോസ്റ്റിംഗ്. ഇപ്പോൾ സൗന്ദര്യലഹരി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടില്ല, 71 ഇന്നലെ കഴിഞ്ഞത്. അത് 29 ശ്ലോകം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് സന്ധ്യ നേരത്ത് ലളിതാ സഹസ്രനാമം 15 മിനിറ്റ് വീതം പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. വേണ്ടവരൊക്കെ അതിലേക്കൊക്കെ അംഗങ്ങളാവുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കർക്കിടക മാസം നമുക്ക് പഞ്ഞക്കർക്കിടകം അല്ലാതെ സമ്പത്തിൻ്റെ കർക്കിടകമാക്കി മാറ്റാം, ആനന്ദത്തിൻ്റെ കർക്കിടകമാക്കിയിട്ട് മാറ്റാം. ഞാൻ റെഡി, നിങ്ങൾ റെഡിയായാൽ മതി. റെഡിയോ? എല്ലാവരും റെഡിയോ? ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശുഭദിനാശംസകൾ നേരുന്നു. നാളെ 8 മണിക്ക് പ്രാർത്ഥനാ ഷഡ്പതി, 10:30 ശിവഭുജംഗ പ്രയാദം. അത് വേണമെങ്കിൽ നമുക്ക് കർക്കിടകത്തിന് മുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ശിവഭുജംഗ പ്രയാദം ഒന്ന് തിരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. 1.25 മണിക്കൂർ 1.5 മണിക്കൂർ വരെ നീട്ടാം. അങ്ങനെ കർക്കിടകത്തിന് മുമ്പ് ശിവഭുജംഗ പ്രയാദം തീർക്കാം തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും റെഡി. കുറേ ആൾക്കാർ റെഡി 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷം.
നിങ്ങളൊക്കെ റെഡിയാണെങ്കിൽ എനിക്ക് കൂടുതൽ ആവേശമായി. കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നതും. ഈ ആവശ്യപ്പെട്ടവരെയൊക്കെ ചിലപ്പോൾ ആ സമയമാകുമ്പോൾ കാണില്ല. എന്തായാലും നിങ്ങളൊക്കെ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സന്തോഷം. ഹരി ഓം നാരായണ.